പുറമേ ശാന്തമാണെങ്കിലും കന്റോൺമെന്റ് ഹൗസിന്റെ വേലിക്കകത്ത് രാഷ്ട്രീയ ചർച്ചകളുടെ സമ്മർദ്ദവും ചൂടുമുണ്ട്. ഉള്ളിലെന്താണെന്ന് വിശ്വസ്തരോട് പോലും തുറന്നു പറയാതെ VS ഇന്നലെ മുതൽ ചടുല നീക്കങ്ങൾ കൊണ്ട് CPIM സംസ്ഥാന സമ്മേളനത്തെ ഞെട്ടിച്ച VSന്റെ പുതിയ ആയുധം എന്തെന്നറിയാനുള്ള ജിജ്ഞാസയാണ് കന്റോൺമെന്റ് ഹൗസിന് ചുറ്റും. ഉപാധികൾ അംഗീകരിക്കാതെ ഒത്തുതീർപ്പിനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VS ഇപ്പോഴും. പാർട്ടി വിരുദ്ധനെന്ന് മുദ്രകുത്തിയ പിണറായിയുടെ പദപ്രയോഗം വല്ലാതെ വേദനിപ്പിച്ചതായി VS വിശ്വസ്തരോട് പറഞ്ഞു. പാർട്ടി വിരുദ്ധനാണ് താനെങ്കിൽ പിന്നെ എന്തിനാണ് സംസ്ഥാന സമ്മേളന വേദിയിൽ ഇരിക്കുന്നത് എന്നാണ് ആലപ്പുഴ വിട്ടതിന് VS നൽകുന്ന ന്യായം. രാവിലെ 5:50 കന്റോൺമെന്റ് ഹൗസിൽ VS എത്തി അല്പസമയം കഴിഞ്ഞ് പ്രൈവറ്റ് സെക്രട്ടറി ശശിധരൻ നായരും എത്തി. തൊട്ടുപിന്നാലെ VSന്റെ അഭിഭാഷകൻ ചെറുണിയൂർ ശശിധരൻ നായർ. മൂവരും ചർച്ച നടത്തുന്നതിനിടെ VSന്റെ മുൻ IT ഉപദേഷ്ടാവ് ജോസഫ് C. മാത്യുവും കന്റോൺമെന്റ് ഹൗസിലേക്ക് വന്നു. 10 മണിയോടെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭ മുൻ ഡെപ്യൂട്ടി മേയറുമായ ജയപ്രകാശ് VSനെ സന്ദർശിച്ചു. പാർട്ടിയിൽ നിന്ന് ഇന്ന് VSനെ കാണുന്ന ഉയർന്ന തലത്തിലുള്ള ഏക നേതാവാണ് ജയപ്രകാശ്. പാർട്ടിയിൽ നിന്ന് ഒരു ഒത്തുതീർപ്പും പ്രതീക്ഷിക്കുന്നില്ല എന്ന സന്ദേശമാണ് ഒപ്പമുള്ള മൂവർ സംഘത്തിന് VS നൽകിയത് എന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വവുമായി ഒരു ചർച്ചയുമില്ല. പോളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും നിലപാട് എന്താണ് എന്നാണ് VSന് അറിയേണ്ടത്. അവരുടെ നിലപാട് അറിഞ്ഞതിന് ശേഷം തുടർ നടപടി. അകത്ത് VSും വിശ്വസ്തരും, പുറത്ത് വിവരങ്ങൾ കാത്തു നിൽക്കുന്ന മാധ്യമപ്പട. അടഞ്ഞു കിടക്കുന്ന ഈ ഗേറ്റിനപ്പുറം എന്ത് രാഷ്ട്രീയ ചതുരംഗമാണ് VS അച്യുതാനന്ദൻ നടത്തുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. ഒരു അവസാന നീക്കം അത് എപ്പോഴുണ്ടാകും? അതോ ഒരു വട്ടം കൂടി VS അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങുമോ? വൈകുന്നേരത്തോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കന്റോൺമെന്റ് ഹൗസിൽ നിന്നും സനിൽ, റിപ്പോർട്ടർ.